നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ പാടില്ല. 6 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തണം. ഇങ്ങനൊരു ആവശ്യവുമായി ഒരുപറ്റം അഭിഭാഷകർ സുപ്രീം കോടതിയിലേക്ക് എത്തി. അതിൽ കൃത്യമായ നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത് നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പേരിലാണ് തിരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിക്കുന്നതിൽ 6 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന ഹർജി കോടതിയിലെത്തിയത്. എന്നാൽ ഈ ഹർജി സുപ്രീം കോടതി നിരുപാധികം തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് എസ് ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് മുന്നിൽ ഉന്നയിക്കാനാണ് ബെഞ്ച് ആദ്യം നിർദ്ദേശിച്ചത്. അല്ലാതെ ആദ്യമേ സുപ്രീം കോടതിയിലേക്കല്ല എത്തേണ്ടത്. ഫാത്തിമ എന്ന യുവതിക്ക് വേണ്ടി അഭിഭാഷകനായ ആനന്ദസ് ജോർധലെ ആണ് മോദിയെ വിലക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഹർജിയും സമർപ്പിച്ചത്. വിദ്വേഷ പ്രസംഗം നടത്തിയതിന് ജനപ്രാതിനിധ്യ നിയമപ്രകാരം 6 വർഷക്കാലം വരെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിലക്കണമെന്നാണ് ഹർജിയിൽ പ്രധാനമായും മുന്നോട്ട് വച്ച ആവശ്യം. ഒരു മതവിഭാഗത്തെ അധിക്ഷേപിച്ചതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാതെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് തന്നെയാണ് ഇവർക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി. കോടതി കാരണമായി പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ്. ആർട്ടിക്കിൾ 32/226 പ്രകാരം ഇങ്ങനെ കോടതിയെ സമീപിക്കരുതെന്നും അധികാര കേന്ദ്രത്തെ വേണം സമീപിക്കേണ്ടതെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. ഹർജി പിൻവലിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അനുവദിക്കാമെന്നും വ്യക്തമാക്കി. അതോടെ അഭിഭാഷകൻ പൊടുന്നനെ തന്നെ ഹർജിയും പിൻവലിച്ചു. ഇതേ ആവശ്യം ഉന്നയിച്ച് സമർപ്പിച്ച മറ്റൊരു ഹർജിയും സുപ്രീം കോടതി തള്ളിയിരുന്നു. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിനുമെതിരെ നടപടി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹർജിയാണ് ഇത്തരത്തിലും തള്ളിക്കളഞ്ഞത്. അതേ ബെഞ്ച് തന്നെയാണ് ഈ ഹർജിയും തള്ളിയിരിക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11:40 മോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ബ്രാഹ്മണ ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം എത്തിയാണ് മോദി പത്രിക നൽകിയത്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ ഗണേശ്വർ ശാസ്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം പത്രികാ സമർപ്പണത്തിനായി എത്തിയിരുന്നു. ഇതുകൂടാതെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളെയും മോദി ഒപ്പം കൂട്ടിയിരുന്നു. വാരണാസിയിലെ ദളിത് പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് മോദിക്ക് ഇതിലൂടെയുള്ളത്. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി പത്രിക സമർപ്പിക്കാനായി എത്തിയത്. ഇത്തവണ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതലുണ്ടാകുമെന്നും 5 ലക്ഷത്തിന് മുകളിൽ കിട്ടുമെന്നുമാണ് BJP ഉയർത്തുന്ന വിശ്വാസം. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയ മോദി 5 കിലോമീറ്റർ നേരം റോഡ് ഷോയും നടത്തിയിരുന്നു. മോദിക്കൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും BJP സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗും ഒപ്പം ഉണ്ടായിരുന്നു. 2014 മോദി ആദ്യമായി വാരണാസിയിൽ മത്സരിച്ച് തുടങ്ങിയത്. വാരണാസിയെ കൂടാതെ വഡോദരയിലും മത്സരിച്ച് വിജയിച്ച മോദി വാരണാസി നിലനിർത്തിയിരുന്നു. 2019 വാരണാസിയിൽ മാത്രം മത്സരിച്ച മോദി 6,74,664 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചത്. ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും വാരണാസിയിൽ നിന്നുള്ള നേതാവുമായ അജയ് റായിയാണ് മോദിയുടെ എതിരാളിയായി ഇത്തവണ മത്സരിക്കുന്നത്. ജൂൺ 1 ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.